ഇന്ന് നമുക്ക് എളുപ്പം ഒരു മോരുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നന്നായി പഴുത്ത ഏത്തയ്ക്ക ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ ഉപയോഗിക്കാനുള്ള പച്ചമുളക്, ചെറുതായി പഴുത്ത പച്ചമുളകാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് ചെറിയൊരു മഞ്ഞ നിറം വന്നതേ ഉള്ളൂ, ചെറുതായതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 2 അല്ലി, കുരുമുളക് ഒരു 7-8 മണി കുരുമുളകുണ്ട്. ഇഞ്ചി ചെറിയ പീസ് ഇഞ്ചി ഒരു വിരലിൻ്റെ പകുതി നീളത്തിന് എടുക്കുക. അതുപോലെ തന്നെ കടുക് വറക്കാൻ വേണ്ടിയിട്ടുള്ള കറിവേപ്പില, ചുമന്നുള്ളി, വറ്റൽമുളക്, കടുക്, ഉലുവ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായം, വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് വീട്ടിൽ ഉറയൊഴിച്ച തൈര് ഉപ്പും ചേർത്ത് അടിച്ചു വച്ചിരിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പച്ചമുളകും കൂടെ ചതച്ചെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് നമുക്ക് കടുക് ഇടാം. അതിനുശേഷം അതിലേക്ക് ഉലുവ, ഉള്ളി, അതിനുശേഷം അതിലേക്ക് ഉലുവ, ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം ഇപ്പം കായപ്പൊടി ചേർക്കുക, മഞ്ഞൾപ്പൊടി ചേർക്കുക, ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. അതോടൊപ്പം 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അത് തിളയ്ക്കാനായിട്ട് വെക്കുക. ഏത്തയ്ക്ക ചെറുതായിട്ടൊന്ന് വേവണം, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞാൽ മതി. അപ്പോഴേക്കും തൈര് ഒഴിക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, ഏത്തയ്ക്ക വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് തൈര് ചേർക്കാം. ഇത് മൺചട്ടി ആയതുകൊണ്ട് തീ അങ്ങ് കെടുത്തിയാൽ കുഴപ്പമില്ല, അതിന് നല്ല ചൂടുണ്ട്. അതിലേക്ക് തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ ചട്ടിയുടെ ചൂടിൽ നിന്ന് അത് പിന്നീട് തൈര് ചൂടായിക്കോളും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എൻ്റെ സ്വാദേറിയ ഏത്തയ്ക്ക മോരുകറി റെഡി ആയിട്ടുണ്ട്. മോരുകറി നമുക്കൊന്ന് സ്വാദി ഉണ്ടോ എന്ന് നോക്കാം.
നല്ല സ്വാദുള്ള മോര് കറിയാണ്.